കിക്കി എന്ന പേർഷ്യൻ പൂച്ചയ്ക്കായുള്ള അന്വേഷണത്തിലാണ് കഴിഞ്ഞ 3 ദിവസമായി എറണാകുളം ചെമ്പുമുക്കിലെ ബാസിമയും കൂട്ടുകാരും. 12-ന് പുലർച്ചെ ചെമ്പുമുക്കിൽ നിന്ന് കാണാതായ കിക്കിയെ ലഭിക്കുന്നവർക്ക് 30,000 രൂപയാണ് ഉടമ പാരിതോഷികം പ്രഖ്യാപിച്ചിരിക്കുന്നത്. ബാസിമയുടെ വീട്ടിലെ ഒരംഗം അതായിരുന്നു കിക്കി. ബാസിമയുടെയും കൂട്ടുകാരുടെയും പൊന്നോമനായി എപ്പോഴും കൂടെയുണ്ടായിരുന്ന കിക്കിയെ ചെമ്പുമുക്ക് മഠത്തിൽ പറമ്പിൽ റോഡിലെ വീട്ടിൽ നിന്ന് ഓഗസ്റ്റ് 12-ന് പുലർച്ചെ മുതലാണ് കാണാതാകുന്നത്. ആദ്യം അത്ര ഇഷ്ടമുണ്ടായിരുന്ന ആളൊന്നുമല്ല, പക്ഷേ ആ മൊമെൻറ്റിൽ എനിക്ക് വാങ്ങിക്കാൻ തോന്നി, അങ്ങനെ വാങ്ങിച്ചു. പക്ഷേ ഇപ്പം അവനില്ലാണ്ട് പറ്റില്ല ഒന്നിനും. ആ ഒരു അവസ്ഥയിലാണ് ഞാൻ. അങ്ങനെ പുറത്ത് പോകാൻ ഗേറ്റിൻ്റെ ജസ്റ്റ് പുറത്ത് വരും. അത് നമ്മൾ കാണുന്ന ടൈമിൽ അങ്ങനെ പുറത്തോട്ട് ഇറങ്ങാറുള്ളൂ, അല്ലാണ്ട് ഉറങ്ങുന്ന ടൈമിൽ അങ്ങനെ വിൻഡോ ഒന്ന് അടക്കാൻ മറന്നുപോയി, അതാണ് ഉണ്ടായത്. അല്ലാണ്ട് അങ്ങനെ പുറത്തിറങ്ങി പോകുന്ന ടൈപ്പ് ആളൊന്നും അല്ല. കിക്കി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ വീട്ടിലത്തെ മെമ്പറാണ് ആക്ച്വലി. അങ്ങനെ നോക്കിയതാണ്, എല്ലാവരുടെയും കൊണ്ടു നടന്നിട്ടും നമ്മൾ വീട്ടിലത്തെ ഒരാളെ എങ്ങനെ കൊണ്ടു നടക്കുന്നത് അതുപോലെയല്ല അവിടെ എപ്പോഴും ഫസ്റ്റ് പ്രയോറിറ്റി അവനക്ക് കൊടുത്തിട്ട് അങ്ങനെ കൊണ്ടു നടന്നതാണ്. വളർത്തുമൃഗങ്ങളോട് താല്പര്യമില്ലായിരുന്ന ബാസിമ സുഹൃത്തിന്റെ കയ്യിൽ നിന്ന് ആദ്യം കിക്കിയെ വാങ്ങിയത് മനസ്സില്ല മനസ്സോടെ ആയിരുന്നു. എന്നാൽ വളരെ വേഗം കിക്കി എല്ലാവരുമായും ഇണങ്ങി അവരുടെ പ്രിയപ്പെട്ട ഒരാളായി മാറി. ഞങ്ങൾ ആർക്കിടെക്ട്സ് ആണ്. അപ്പോൾ ഞങ്ങൾ സൈറ്റിൽ പോകുമ്പോഴായപ്പോഴും ഞങ്ങൾ അവനെ കാറിൽ കൂടെ കൊണ്ടുപോലും. ഇപ്പോൾ കണ്ണൂർ പോകുമ്പോഴായാലും ഞങ്ങൾ കാറിൽ കണ്ണൂരിൽ പോകും, ട്രെയിനിൽ പോകുകയാണെങ്കിൽ ട്രെയിനിൽ ഓനക്കും ടിക്കറ്റ് എടുത്തിട്ട് അങ്ങനെ കൂടെ കൊണ്ടു നടക്കുന്നത്. പെട്ടെന്ന് അവനില്ലാണ്ട് ഒരു ടൈം ഞങ്ങൾക്ക് ഉണ്ടായില്ല. ഒന്നില്ലെങ്കിൽ ആളുടെ കൂടെ എൻ്റെ കൂടെ ഉണ്ടാവും എന്നുള്ളൊരു വിശ്വാസത്തിൽ നമ്മളിരിക്കുന്നത്. ഇപ്പോൾ രണ്ടാളുടെ അടുത്തും ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾക്ക് ഭയങ്കര ഒരു കിക്കി ദ ക്യാറ്റ് എന്ന ഇൻസ്റ്റാഗ്രാം പേജിൽ ബാസിമ പങ്കുവച്ച കിക്കിയുടെ ചിത്രങ്ങളും വീഡിയോകളും മതി ഇരുവരുമായുള്ള അടുപ്പം എത്രയെന്ന് മനസ്സിലാക്കാൻ. സ്വന്തം കൂടപ്പിറപ്പായ കിക്കിയെ കാണാതായത് മുതൽ ആധിയിലാണ് ബാസിമയും സുഹൃത്തുക്കളും. കിക്കിയെ കണ്ടുകിട്ടുന്നവർക്ക് 30,000 രൂപയാണ് പാരിതോഷികമായി പ്രഖ്യാപിച്ചിരിക്കുന്നത്. അതിന് ബാസിമ പറയുന്ന കാരണം ഇങ്ങനെ: ക്യാഷ് എത്രയായാലും നമുക്കത് ഒരു പ്രശ്നമല്ല, ബട്ട് ആ ക്യാഷിനേക്കാൾ എത്രയോ വലുതാണ് അവൻ. അപ്പം ആരെങ്കിലും എടുത്തിട്ടുണ്ട്, കാരണം ഇപ്പോൾ അവൻ്റെ അടുത്ത് അറ്റാച്ച്മെൻ്റ് ഉള്ളത് ഇപ്പോൾ നമുക്കാണ്. അപ്പോൾ ആ ക്യാഷ് നമ്മൾ കൊടുക്കാൻ റെഡിയാണ്. അപ്പോൾ ഇനി ആരെങ്കിലും എടുത്ത് വെച്ചതായിക്കോട്ടെ, ഞാൻ അതെല്ലാം സെയിൽ ചെയ്യാനോ അങ്ങനെ എന്തെങ്കിലും തീരുമാനിച്ചു എന്താണെന്നുണ്ടെങ്കിലും നമ്മൾ ആ ക്യാഷ് അവർക്ക് കൊടുക്കാം. ആ ക്യാഷ് എന്നല്ല, അതിൻ്റെ എത്രയോ ഇരട്ടി നമ്മൾ കൊടുക്കാം, പക്ഷെ അവനെ എങ്ങനെയെങ്കിലും നമുക്ക് കിട്ടണം. ഇപ്പോൾ മിസ്സായിരിക്കുന്നത് കന്നേടി മുക്ക് ഭാഗത്തു നിന്നാണ്. അപ്പോൾ ഒന്നാമത് അത് ഫുൾ പക്ക ഒരു റെസിഡൻഷ്യൽ ഏരിയയാണ്. അവിടെ എവിടെയെങ്കിലും കാണാൻ ചാൻസ് ഉണ്ട്. ചിലപ്പോൾ ഇനി ആരുടെയെങ്കിലും കിട്ടിയിട്ടുണ്ടോ എന്നറിയില്ല. അതോ ഇനി വേറെ ആരെങ്കിലും ആ വഴി എടുത്തിട്ട് പോയോ, അതിനി ഏരിയ വിട്ട് പോയിട്ടുണ്ടോ എന്നറിയില്ല നമ്മൾ. കാരണം ഏരിയ മാക്സിമം നോക്കി, പിന്നെ ഏരിയ വിട്ട് പോയിട്ടുണ്ടെങ്കിൽ നമുക്കിനി വേറെ ഓപ്ഷൻ ഇല്ല. അപ്പോൾ ഇതിങ്ങനെ ന്യൂസ് ആൾക്കാർ അറിഞ്ഞിട്ടാണെങ്കിലും വഴിയിൽ നിന്ന് കാണുകയാണെങ്കിൽ ഒന്നൊരു നല്ല ന്യൂസ് കിട്ടാൻ നമ്മൾ കാത്തിരിക്കുക. സോഷ്യൽ മീഡിയ വഴിയും നേരിട്ടുമായും ബാസിമയും കൂട്ടുകാരും ഇനി കിക്കിയെ അന്വേഷിക്കാൻ ഇടമില്ല. കണ്ടുകിട്ടുന്നവർ സുരക്ഷിതമായി തങ്ങളുടെ കൈകളിൽ കിക്കിയെ ഏൽപ്പിക്കുമെന്ന വിശ്വാസത്തിലാണ് ബാസിമയും കൂട്ടുകാരും. റിപ്പോർട്ടർ, കൊച്ചി.